ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ്റ്റർ വിങ്സ് ആണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ജോർജ് ഹെർബർട്ട്. അപ്പോൾ നമ്മുടെ പോം അതിൻ്റെ സമ്മറി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പ്രൊത്തലാമിയൻ, കനോണൈസേഷൻ, വാലിഡിക്ഷൻ, ഫോർബിഡി മോർണിംഗ് ഇതിൻ്റെയൊക്കെ ഷോർട്ട് നോട്ട്സ് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ജോസഫ് ടു എലിസബത്ത് ഏജ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഈ പോയത്തിൻ്റെ സ്പെഷ്യാലിറ്റീസും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ഒക്കെ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഷോർട്ട് നോട്ട്സ് നോക്കാം. പോയം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയം നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ പോയത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഷേപ്പ് എന്താണ് സിംബലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ലൈന് ലെങ്ത്ത് വളരെ കൂടുതലാണല്ലേ, പിന്നീട് ആ ലെങ്ത്ത് കുറഞ്ഞ് വരുന്നത് കാണാം. സെൻറ്ററിലെത്തുമ്പോൾ തീരെ ലെങ്ത്ത് ഇല്ല. ദെൻ അവിടുന്ന് നമ്മുടെ ലൈന് പിന്നെയും എലാബറേറ്റ് ചെയ്ത് പോകുന്നത് പോലെയും തോന്നാം. അപ്പോൾ അതൊരു ബേർഡിൻ്റെ ഒരു വിങ്സ് പോലെ അല്ലെങ്കിൽ പക്ഷിയുടെ ചിറക് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ പ്രവൃത്തി കാരണം നമ്മളെന്താ ഒരുപാട് സിൻഫുള്ളായിട്ടുള്ള ആക്ടിവിറ്റീസ് കാരണം മനുഷ്യനെന്താ വീണു പോവുകയാണ്. പിന്നീട് എന്താണ് നമുക്ക് ദൈവത്തോടുള്ള ആരാധന അല്ലെങ്കിൽ ദൈവത്തോടുള്ള വിശ്വാസം കാരണം നമ്മളെന്താ ആ ഒരു പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. അങ്ങനെ നമ്മളെന്താ പിന്നീട് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ഈ ലൈൻസ് സിംബലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ സിംബലൈസ് ചെയ്യുന്നത്. നമ്മുടെ പോയത്തിലും പറയുന്ന കാര്യം അത് തന്നെയാണ്. നമുക്ക് എന്താണ് ദൈവത്തിനോടുള്ള ആരാധന ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്ന് എന്താണ് മോചനം ലഭിക്കും, അതിൽ നിന്ന് നമ്മളെന്താ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളൊരു മെസ്സേജാണ് നമ്മുടെ എൻ്റെ പോയത്തിൽ പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ പോയറ്റ് എന്താ ആദത്തിൻ്റെയും ഈവിൻ്റെയും ഒക്കെ സ്റ്റോറി കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദം ഈവും എന്താ ചെയ്യുന്നത്, ഫോർബിഡൻ ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കുകയും എന്താ മനുഷ്യരാശിയെ മൊത്തം അവർ പിന്നീട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. പിന്നീട് അവർ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ പറയുക, നമ്മൾ എത്രത്തോളം സിൻഫുള്ളായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും ദൈവത്തോടുള്ള ആരാധന അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം വേണം. നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു പത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നമുക്കൊരു മോചനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ദൈവത്തിനെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം വേണം എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അതേപോലെ തന്നെ പോയിറ്റും എന്താ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ലൈഫിനൊരു റിഡംഷൻ കിട്ടണം എന്ന് പോയിറ്റും ആഗ്രഹിക്കുന്നുണ്ട്. പോയിറ്റും അത് പറയുന്നുണ്ട്, ദൈവത്തിനെ പ്രാർത്ഥിക്കണം. ഈ ഒരു പോയിൻ്റാണ് ഇതിൽ എൻ്റെയറായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഓവർവ്യൂ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇറ്റ് വാസ് റിട്ടൺ ബൈ ജോർജ് ഹെർബർട്ട്, പബ്ലിഷ്ഡ് ഇൻ ദി ടെമ്പിൾ. അപ്പോൾ അത് ടെമ്പിൾ എന്ന് പറഞ്ഞ കളക്ഷനാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എ ഷേപ്ഡ് പോയം റിസംബ്ലിങ് വിങ്സ് വെൻ വ്യൂഡ് സൈഡ് ബേസ്. അപ്പോൾ നമുക്കിതൊരു വിങ്സ് പോലെ ചിറക് പോലെ തോന്നാം. ദെൻ എക്സ്പ്ലോസ് ഫാൾ ആൻഡ് റിഡംഷൻ ടു ഫെയ്ത്ത് ഇൻ ഗോഡ്. അപ്പോൾ മനുഷ്യൻ്റെ വീഴ്ചയും അതുപോലെ തന്നെ പാപമോചനം എന്തിലൂടെ, ഗോഡിലുള്ള ഫെയ്ത്തിലൂടെ പാപത്തിൽ നിന്ന് മോചിതനാവുന്നു. ആ ഒരു കാര്യം നമുക്കതിൽ കാണാൻ പറ്റും. ദെൻ റെഫറൻസസ് ടു ആദം ആൻഡ് ഈവ്സ് ഫാൾ ആൻഡ് സ്പിരിച്വൽ റിക്കവറി. അപ്പോൾ ആദത്തിൻ്റെയും ഈവിൻ്റെയും ആ ഒരു പതനവും അവരുടെ ഒരു റിക്കവറിയും നമുക്ക് ഇതിൽ പറയാൻ വേണ്ടി പറ്റും. ദെൻ സ്ട്രക്ചർ വിഷ്വലി റെപ്രസെൻറ്റ് ഫാളിങ് ആൻഡ് റൈസിങ്. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അത് ഫാളിങ് ആൻഡ് റൈസിങ്. ഫസ്റ്റ് ഇങ്ങനെ വീഴുന്ന പോലെ കുറഞ്ഞു വരുന്നത്, ദെൻ റൈസിങ് ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദെൻ യൂസസ് ബേർഡ് വിങ്സ് ഇമാജറി ടു സിംബലൈസ് സ്പിരിച്വൽ എസൻസ്. ഒരു പക്ഷിയുടെ ഇമാജറി, നമ്മുടെ സ്കൈലാർക്കിൻ്റെ ഇമേജറിയാണ് തോന്നുന്നു ഇതിൽ ഉപയോഗിക്കുന്നത്. ഒരു പക്ഷീനെ അദ്ദേഹം പറയുന്നുണ്ട്, ഇമേജറി ടു ഷോ ദി സ്പിരിച്വൽ എസൻ. ദെൻ എ പ്രെയർ ഫോർ ഡിവൈൻ ഗ്രേസ് ആൻഡ് ഓവർകമ്മിങ് സിൻ. അപ്പോൾ എന്താ പ്രെയർ ഫോർ ഡിവൈൻ ഗ്രേസ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും അതുപോലെ തന്നെ പാപത്തിൽ നിന്നും അതിനെ അതിജീവിക്കുന്നതും കാണാം. ദെൻ മെസ്സേജ് ഓഫ് ഹോപ്പ്, എന്താ സഫറിങ് ലീഡ്സ് ടു സ്പിരിച്വൽ ഗ്രോത്ത്. അപ്പോൾ എന്താ ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ, സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഒരു പ്രതീക്ഷയും നമുക്കിതിൽ കാണാം. അപ്പോൾ അത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. നിങ്ങളിത് എഴുതി വെക്കുക കേട്ടോ. എഴുതി വെച്ചാലേ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോക്കൂല. അപ്പോൾ എഴുതി വെക്കുക, ഒരു ചെറിയ നോട്ട്സ് ആക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുമ്പോൾ ആ പോയിൻറ്റ്സ് മാത്രം നിങ്ങളുടെ മെമ്മറിയിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇലാബറേറ്റ് ചെയ്ത് എസ്സേ ഒക്കെ എഴുതാൻ വേണ്ടി പറ്റും. ദെൻ നമുക്കിതിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള പെട്ടെന്നൊരു എസ്സേ, ഒരു സമ്മറി നോക്കാം. ജോർജ് ഹെർബർട്ട്സ് ഈസ്റ്റർ വിങ് ഈസ് എ ഷേപ്ഡ് പോം മീനിങ് ഇറ്റ് സ്ട്രക്ചർ വിഷ്വലി റെപ്രസെൻറ്റ് ഇറ്റ്സ് തീം. നമ്മൾ ഓൾറെഡി
ഫസ്റ്റ് തന്നെ പറഞ്ഞു ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ അതിൻ്റെ തീമിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ദെൻ വെൻ ടേൺ സൈഡ് വേസ് ദി പോം ലുക്ക് ലൈക്ക് എ പെയർ ഓഫ് വിങ്സ് സിംബലൈസിങ് ഫാൾ ആൻഡ് റൈസ് വിച്ച് ഈസ് ദി മെയിൻ ഐഡിയ ഓഫ് ദി പോം. ഫാൾ ആൻഡ് റൈസ് അപ്പോൾ എന്താ, നമ്മുടെ പാപങ്ങളോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ആദ്യം ഒരു ഫാളും പിന്നെ ഒരു റൈസും, അതെന്താ നമ്മുടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഗ്രേസ് അല്ലെങ്കിൽ അനുഗ്രഹം കൊണ്ട് നമ്മളെന്താണ് ആ കഷ്ടതയിൽ നിന്നൊക്കെ എന്താ ഒന്ന് റൈസ് ചെയ്യും, ഉയർന്ന് എഴുന്നേൽക്കുന്നു. ആ ഒരു കാര്യമാണ് നമ്മുടെ സ്ട്രക്ചർ പറയുന്നത്. ദെൻ ദി പോം ടോക്സ് അബൌട്ട് ഹൗ ഹ്യൂമാനിറ്റി ഫെൽ ഇൻ ടു സഫറിങ് ബിക്കോസ് ഓഫ് സിൻ സ്റ്റാർട്ടിങ് ഫ്രം ആദം ടു ഈവ്. അപ്പോൾ ആദത്തിൻ്റെയും ഈവിൻ്റെയൊക്കെ സ്റ്റോറി വെച്ചിട്ടാണ് നമ്മുടെ പോയിട്ട് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് കഷ്ടതകളൊക്കെ മാറുന്നതെന്നും പാപം കൊണ്ട് എങ്ങനെയാണ് ഹ്യൂമാനിറ്റി വീണു പോകുന്നത് അല്ലെങ്കിൽ ഫെൽ ചെയ്തു പോകുന്നത് എന്നൊക്കെയാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. Then their disobedience led to pain and hardship and people continue to experience similar struggle due to their sin. ഇപ്പം എന്താ, അവരുടെ കഥ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമ്മുടെ പീപ്പിൾസ് അല്ലെങ്കിൽ ജനങ്ങൾ എന്താ അതേ കാര്യം തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പോയത്തിൽ. ദെൻ ഹൗ എവർ ദി പോയറ്റ് ബിലീവ്സ് ദാറ്റ് ഫെയ്ത്ത് ഇൻ ഗോഡ് ക്യാൻ ഹെൽപ്പ് പീപ്പിൾ ഓവർകം ദെയർ ഡിഫിക്കൽട്ടീസ് ആൻഡ് റൈസ് അഗെയിൻ. അപ്പോൾ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മുടെ ബിലീവ് അല്ലെങ്കിൽ ഗോഡിലുള്ള പ്രതീക്ഷ വിശ്വാസം കൊണ്ട് നമ്മളുടെ ആ ഹാർഡ്ഷിപ്പും സ്ട്രഗിളിങ്സും ഒക്കെ മാറും എന്നാണ് നമ്മുടെ പോയറ്റിൻ്റെ പ്രതീക്ഷ. ദെൻ ദി സ്ട്രക്ചർ ഓഫ് ദി പോയം ഈസ് ഇമ്പോർട്ടൻറ്റ്. ദി ലൈൻ സ്ട്രിങ് ഇൻ ദി മിഡിൽ ഷോയിങ് ഡിക്ലൈൻ ആൻഡ് സഫറിങ്. അപ്പോൾ മിഡിൽ പോർഷൻ എത്തുമ്പോൾ ലൈൻ എന്താണ് ചുരുങ്ങി പോകുന്നുണ്ട്. ആൻഡ് ദെൻ എക്സ്പാൻഡ് അഗെയിൻ, പിന്നെ അതെന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സിംബലൈസിങ് സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് റിഡംഷൻ. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്പിരിച്വൽ ഗ്രോത്തിനെയും റിഡംഷൻ എന്ന് വെച്ചാൽ പാപമോചനത്തിനെയാണ് ആ കാര്യം സൂചിപ്പിക്കുന്നത്, എക്സ്പാൻഡ് ചെയ്യുന്ന ലൈൻസ്. Then the poet compared this to a bird rising with its wings, suggesting that God's grace can lift people up above their troubles. അപ്പോൾ എന്താണ് ഗോഡിൻ്റെ കൃപ, നമ്മുടെ ദൈവത്തിൻ്റെ കൃപ എന്താണ് എല്ലാ കാര്യത്തിൽ നിന്നും നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സഹായിക്കുന്നു എന്നാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. എന്താണ് ഒരു പക്ഷി പറന്നു പോകുന്നത്, അത് പറന്ന് ഉയർന്നത് പോലെ നമ്മളും നമ്മുടെ കഷ്ടപ്പാടിൽ നിന്ന് ഉയർന്ന് എഴുന്നേൽക്കുന്നതാണ് പറയുന്നത്. ഇൻ ദി എൻഡ് ദി പോയിന്റ് കൺവേസ് എ ഹോപ്പ്ഫുൾ മെസ്സേജ്. ഈവൻ ആഫ്റ്റർ മേക്കിംഗ് മിസ്റ്റേക്ക് ദി ഫേസിങ് ഹാർഡ്ഷിപ്പ് പീപ്പിൾ ക്യാൻ ഫൈൻഡ് സ്ട്രെങ്ത് ആൻഡ് റിന്യൂവൽ ത്രൂ ഫെയ്ത്ത് ആൻഡ് ഡിവോഷൻ ടു ഗോഡ്. എത്ര കഷ്ടപ്പാട് അല്ലെങ്കിൽ പാപിയാണെങ്കിലും എത്ര പാപം ചെയ്തൊരു വ്യക്തിയാണെങ്കിലും പാപമോചനത്തിനായി നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പാപമോചനം ലഭിക്കുന്നതാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. ആ ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് നമ്മുടെ പോയത്തിൽ അവസാനം പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും. സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്. ഇത്രയും പോയിൻറ്റ്സ് നിങ്ങളെ മൈൻഡിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് എലാബറേറ്റ് ചെയ്ത് ഒരു എസ്സേ ആക്കിയിട്ടൊക്കെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത പോയ ഏതാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ പോയത്തിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്